എങ്ങോട്ടാണോ എന്തോ കൊണ്ടുപോകുന്നത്. എളുപ്പ വഴിയാണെന്നും പറഞ്ഞുകൊണ്ട് കറങ്ങി തിരിഞ്ഞ് ഏതൊക്കെ ഊടുവഴി കൂടെ കയറി പിന്നെ കറങ്ങി തിരിഞ്ഞ് വഴി തെറ്റിയെന്നും പറഞ്ഞുകൊണ്ട് എങ്ങോട്ടോണ്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഞാനിങ്ങനെ ബാക്കിലിരിക്കുക എന്നല്ലാതെ എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ മെയിനായിട്ട് ഒരു കിച്ചൺ വ്ളോഗാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഏറ്റവും കൂടുതലും കിച്ചൺ ഡ്യൂട്ടീസാണ് ഞാൻ ഒപ്പിയെടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ എന്താ പറയുക കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. രാവിലെ എല്ലാ ജോലികളും ഒതുക്കിയിട്ട് ഞാൻ നേരെ പോയി. പിന്നെ വൈകിട്ടാട്ടോ തിരിച്ച് വന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. രാവിലെ തന്നെ എഴുന്നേറ്റു. 5:30 ആയപ്പോൾ എണീറ്റ് കേട്ടോ. പിന്നെ 5:30 ആയപ്പോൾ ഉണർന്നു. 6 മണിക്കാണ് അടുക്കളയിലോട്ട് കയറുന്നത്. അപ്പോൾ ചോറിനുള്ളത് വെച്ചിട്ടുണ്ട്. അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി പെട്ടെന്ന് വേവും. നമ്മുടെ പൊന്നിയരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കാണുമ്പോൾ തന്നെ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഈയിടെയായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഞാനിങ്ങനെ വ്ളോഗ് ഇടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ മുമ്പോട്ട് പോവാനായിട്ട് പറ്റൂ. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോയിൽ കുറച്ച് അപാകതകളൊക്കെ തോന്നിയേക്കാം. കാരണം നമ്മുടെ അടുക്കള ഒരു കുഞ്ഞടുക്കളയാണേ. അപ്പം സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് സ്റ്റാൻഡ് കറക്റ്റ് രീതിയിലൊന്നും വയ്ക്കാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ എന്താ പറയുക അപാകതകൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് കാണും. എല്ലാവരും ഒന്ന് എന്താ പറയുക ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ രാവിലെ തന്നെ. അപ്പം അതൊക്കെ എഴുതി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഇച്ചിരി മറവിയുടെ അസുഖം കൂടുതലാണ്. അതിപ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, ഓർമ്മ നിൽക്കത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ എല്ലാം ഒന്നും ചെയ്തെന്ന് വരത്തില്ല. അപ്പം ഞാനിങ്ങനെ എഴുതി വയ്ക്കും. എഴുതി വെച്ചിട്ട് ഓരോന്നും ചെയ്തിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ടിക്കിട്ട് പോവും. അപ്പോൾ ടിക്കിടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഇന്നത്തെ ദിവസം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ടും പറ്റും. ഞാനങ്ങനെ കുറേ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇപ്പം മിക്ക ദിവസവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാനിങ്ങനെ എഴുതി വയ്ക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ അങ്ങനെ എഴുതാറില്ല കേട്ടോ. ഓർത്ത് ചെയ്യും. ഇപ്പം പിന്നെ മെയിനായിട്ടും എന്താ പറയുക നിർബന്ധമായും എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എനിക്ക് പോവുകയും കൂടി വേണം. അതുകൊണ്ട് എഴുതി വെക്കണം. കാരണം രാവിലെ ധൃതി പിടിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കുറിപ്പടി എഴുതി വെച്ചാൽ അതിൽ നോക്കി ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർക്കാം. എന്നിട്ട് സമയത്തപ്പോഴേ എനിക്ക് ഇറങ്ങുകയും ചെയ്യാം. അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഒതുക്കി പറക്കി വരിക കേട്ടോ. പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒന്നും പോകണ്ട കേട്ടോ. ഞാൻ വലിയ ജോലിക്കാരി അങ്ങനെയല്ല. എല്ലാ ദിവസമൊന്നും പോകണ്ട. ലീവ് വേക്കൻസിക്ക് പോകുന്നത് കൊണ്ട് ലീവ് എടുക്കുന്ന ദിവസങ്ങളിൽ, അവിടുത്തെ സ്റ്റാഫ് ലീവ് എടുക്കുന്ന ദിവസങ്ങളിൽ മാത്രം പോയാൽ മതി. അപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പും കിട്ടും. ആ ദിവസങ്ങളിൽ നമ്മൾ നല്ല അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ക്ലീനിങ് വീഡിയോസൊക്കെ മിസ് ചെയ്യുന്നു എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ക്ലീനിങ് വീഡിയോസിന് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. സമയവും വേണം, അതിനുള്ള ഒരു ഹെൽത്തും കൂടി വേണം. ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കണം. പക്ഷെ ഇപ്പം അതിനുള്ള സമയവും കിട്ടുന്നില്ല, സാവകാശവും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ക്ലീനിങ് വീഡിയോസ് അധികം ചെയ്യാത്തത്. ചെയ്യുന്ന ദിവസം നല്ലൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ക്ലീനിങ് വീഡിയോ ആയിരിക്കും. പിന്നെ റിക്വസ്റ്റഡ് വീഡിയോസ് ഉണ്ട് കേട്ടോ. കർച്ചീഫ് കെട്ടി ചെയ്യണമെന്ന്. പക്ഷേ വേറൊരു വെറൈറ്റി റിക്വസ്റ്റഡ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കർച്ചീഫ് കെട്ടിയിട്ട് മാർക്കറ്റിൽ ഷോപ്പിംഗ് ചെയ്യുന്ന വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരു എന്താ പറയുക
സാഹചര്യം സമയം കിട്ടുമ്പോൾ ഞാൻ ആ ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒന്നും ഞാൻ മറന്നിട്ടില്ല, ചെയ്യുന്നതായിരിക്കും, വൈകാതെ തന്നെ ഞാൻ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുക, പിന്നെ ഉച്ചയ്ക്കലത്തേനുള്ളത് റെഡിയാക്കുക, പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞാൻ കൊണ്ടുപോകാം കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാനും രാവിലെ കഴിക്കാനും ഞാൻ കൊണ്ടുപോകാം. ഇവിടുന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ ആ കഴിക്കുന്ന സമയം കൂടെ എനിക്ക് പോകും. അപ്പോൾ ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും കൂടെ ചെയ്യാമല്ലോ. അവിടെ ചെന്ന് കഴിക്കാനായിട്ട് ഒരു 10 മിനിറ്റൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ രാവിലത്തേന് കഴിക്കാനായിട്ട് അപ്പവും സാമ്പാറുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ കറിയുടെ ഇരിപ്പുണ്ട്. പിന്നെ ഉച്ചക്കലത്തേന് കഴിക്കാനായിട്ട് സാമ്പാറുണ്ട്, മോരുകറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, അവിയലുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ചായ ഇട്ടു, പിന്നെ കട്ടനൊക്കെ ഇട്ടു, എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ മീനുണ്ടായിരുന്നു, മീൻ പൊരിക്കാനായിട്ട് പുരട്ടി വെക്കും കേട്ടോ. ഫ്രീസറിലിരുന്നത് ഞാൻ കുറേ നേരം വെള്ളത്തിലെടുത്ത് ഇട്ടിരുന്നതാണ്. അപ്പോൾ അത് അലിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വരഞ്ഞ് മസാലയെല്ലാം പുരട്ടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ വറക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്കൂടെ ഞാൻ അപ്പവും ചുടുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു വിഷമിച്ചൊരു വീഡിയോ ഇട്ടാലും എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻസൊക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എന്താ പറയുക, നമ്മളും ഇവിടെ ഹാപ്പിയായിട്ടും സേഫായിട്ടൊക്കെ പോന്നു. അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ പറഞ്ഞല്ലോ, വീഡിയോ അത്ര എന്താ പറയുക, ബെറ്ററായിട്ട് എനിക്ക് എടുക്കാനായിട്ട്, വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് കിച്ചണാണ്. അത്രയ്ക്ക് സ്ഥലമോ സൗകര്യമോ ഒന്നും ഇല്ലാത്തൊരു കിച്ചണാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള കുറവുകളും ഒക്കെ കുറ്റങ്ങളും ഒക്കെ കാണും. നിങ്ങളെല്ലാവരും സഹകരിക്കും എന്ന് സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഏതൊരു ചാനലാണെങ്കിലും, ഏതൊരു യൂട്യൂബ് ചാനലാണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് സക്സസ് ആയിട്ട് പോവാനായിട്ട് പറ്റൂ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. യൂട്യൂബിലോട്ട് വരുന്നത് തന്നെ എല്ലാവരും എന്താ പറയുക, ഒരു ഏണിങ്സ് അല്ലെങ്കിൽ ഒരു സക്സസ് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. സക്സസ് ഇല്ലെങ്കിലും സക്സസ് എത്ര താമസിച്ചാലും കുഴപ്പമില്ല. നമുക്കിപ്പം ഒരു ഹെൽപ്പ്, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് തോന്നുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും യൂട്യൂബിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, എല്ലാവരുടെയും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ചാനലുകൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. വോട്ട് ചോദിക്കുന്ന പോലെ ആയിപ്പോവില്ലേ. ഓക്കെ, എനിവേ എന്താണെങ്കിലും. അപ്പം ഞാൻ ചായയൊക്കെ ഇട്ട് വെച്ചിട്ട് എൻ്റെ ബുക്ക് ഞാൻ അവിടെ തുറന്ന് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് നോക്കിയിട്ട് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി, ലഞ്ചെല്ലാം പാക്ക് ചെയ്ത്, ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങളിതാ പോവാം കേട്ടോ. എന്നെ കൊണ്ടുവിടാനായിട്ട് ചേട്ടായി വരുവാന്നേ. രാവിലെ എന്നെ കൊണ്ടുവിടും, വൈകിട്ട് ഞാനിങ്ങി ബസ്സിന് പോരും കേട്ടോ. അപ്പോൾ എളുപ്പ വഴിയാണെന്നും പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വഴി കൂടെയൊക്കെ കൊണ്ടുപോവുക. എനിക്കന്ന് ആ വഴി കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ പോയി വൈകിട്ട് വന്നതാണ് കേട്ടോ. വൈകിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുളിച്ച് വിളക്കും കത്തിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സെയിം ഡയറിയിൽ നമ്പറിട്ട് എഴുതി വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മറന്നു പോവും. നല്ല രീതിയിൽ എനിക്ക് മറവിയുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് രാവിലെ ഒന്നാമത് ഉറക്കപ്പിച്ചയും കൂടെ ആണെങ്കിൽ ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഞാൻ മറന്നു പോവും. അതുകൊണ്ട് ഇന്ന് ഞാൻ എഴുതി വയ്ക്കും കേട്ടോ, നാളെ ഇന്നത് ചെയ്യണം എന്നൊക്കെ. പിന്നെ അതാകുമ്പോൾ നമുക്ക് ജോലിയും എളുപ്പമാവും. നമുക്ക് ആ ഓർഡറിൽ ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി തീരുകയും ചെയ്യും. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാനങ്ങനെ
മനസ്സിലാക്കിയതാട്ടോ. ഞാനിങ്ങനെ ഈ എന്താ പറയുക വീർത്ത് കെട്ടിയിരിക്കുന്നത് വേറൊന്നുമല്ല, ഉറക്കച്ചവത്തയിലിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണമുണ്ട്. അതുകൊണ്ടാണ് ചേട്ടായി ചിരിക്കുന്നത്, ഞാൻ ചിരിക്കുന്നില്ല. ഉള്ളിൽ പക്ഷേ ഞാൻ ചിരിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അത് പുറമേ കാണുന്നില്ല. അത് എന്താ പറയുക, എൻ്റെ ഫേസിൻ്റെ ഒരു കുഴപ്പമാണ്. അങ്ങനെ എന്താ പറയുക, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് ഞാൻ എഴുതി വെക്കും കേട്ടോ, മറക്കാതിരിക്കാൻ വേണ്ടി. ചേട്ടായി അത് നോക്കിയിരിക്കുന്നത്, ചേട്ടായിക്ക് ചിരി വരുന്നു ഞാനിങ്ങനെയൊക്കെ പൊട്ടത്തരം കാണിക്കുമ്പോൾ. പക്ഷേ എനിക്കതൊരു പൊട്ടത്തരമല്ല ഗായ്സ്, എനിക്കതെൻ്റെ എന്താ പറയുക, എൻ്റെ ജീവനാണ്. എനിക്കതൊക്കെ ഉണ്ടെങ്കിലേ ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.